നമുക്ക് ഡോക്ടർ മേരി ജോർജിലേക്ക് വരാം. ഡോക്ടർ മേരി ജോർജ്, ഇവിടെ ശ്രീകുമാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കേന്ദ്രത്തിൽ നിന്നും കൃത്യമായി വിഹിതം വാങ്ങിയെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് കൃത്യമായി പങ്കുവഹിക്കാനുണ്ട്. അവർക്ക് അവരുടേതായ ഇച്ഛാശക്തിയോടുകൂടി ആവശ്യങ്ങൾ ഉന്നയിച്ച് അത് കൃത്യമായി കേന്ദ്രത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് രാഷ്ട്രീയ വിരോധം കാണിക്കാതെ നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരമാവധി അവരെ ബോധ്യപ്പെടുത്തി നമ്മുടെ ആവശ്യങ്ങളിലേക്ക് അവരുടെ സാമ്പത്തിക സഹായത്തെ കൊണ്ടുവരിക എന്നുള്ള വളരെ തന്ത്രപരമായ തീരുമാനം സ്റ്റേറ്റ് സർക്കാരിന് എടുക്കേണ്ടതുണ്ട്. ഇതെല്ലാ കാലത്തും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുക, എല്ലാത്തിനും കുറ്റം മാത്രം പറഞ്ഞ വർഗവിരോധത്തോടെ പെരുമാറുക, അങ്ങനെ പെരുമാറുമ്പോൾ എങ്ങനെ സഹായിക്കാൻ കഴിയും? ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ നയപരമായി ഇടപെടാത്തതും കേരളത്തിന് അർഹമായ വിഹിതം ലഭിക്കാതെ പോയി എന്ന് പറയുന്നവർക്ക് ഒരു പോയിന്റ് വേണമെങ്കിൽ പറയാമെന്ന് ശ്രീകുമാർ പറഞ്ഞു വെക്കുന്നു. എങ്ങനെ വിലയിരുത്തുന്നു ഡോക്ടർ മേരി ജോർജ്? അതായത് മിസ്റ്റർ ശ്രീകുമാർ പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരി തന്നെയാണ്. റെയിൽവേയെ പറ്റി പറഞ്ഞതും അതായത് ശരി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ സർക്കാരിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ അത് CAG റിപ്പോർട്ട് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. CAG ഒരു കാരണവശാലും കേന്ദ്രത്തെ സപ്പോർട്ട് ചെയ്യുകയോ കേരളത്തെ തടയുകയോ ചെയ്യില്ല. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് കേന്ദ്രത്തെയും ഓഡിറ്റ് ചെയ്യും, സംസ്ഥാനത്തെയും ഓഡിറ്റ് ചെയ്യും. അങ്ങനെയാണ് അവർ വിമർശിക്കുന്നത്. അപ്പോൾ കേരളത്തെ പറ്റി CAGയുടെ എന്താണ് വിമർശനം? ഇവർ വകമാറ്റി ചെലവഴിക്കുന്നു, ദൂർത്ത് കാണിക്കുന്നു. അങ്ങനെ എല്ലാം ചെയ്ത് എന്താ ചെയ്യേണ്ടത്? വകമാറ്റി ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഫണ്ടിനെ പറ്റി ഒരു ഓഡിറ്റിംഗ് നടത്തിയാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ആദ്യം തടയും, പിന്നെ CAGയുടെ ഓഡിറ്റിംഗ് തടയും. പക്ഷേ CAGയുടെ ഓഡിറ്റിംഗ് തടയാൻ ഒക്കില്ല. CAG ഓഡിറ്റ് ചെയ്യും. അപ്പോൾ ഈ അഴിമതിയും ഈ വകമാറ്റലും എല്ലാം കണ്ടെത്തും. അത് കേന്ദ്രത്തിലേക്ക് അറിയിക്കും. കേന്ദ്രത്തിന് വേണ്ടത് അതല്ല. ഏതിനു വേണ്ടി പണം കൊടുത്തുവോ ആ മേഖലയിൽ തന്നെ കൃത്യമായി ചെലവഴിച്ച കണക്കുകളാണ് കേന്ദ്രത്തിന് വേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേന്ദ്രം തടയിടും. അത് കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് കേന്ദ്രത്തിൻ്റെ കാര്യക്ഷമതയാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം പക്ഷേ കേന്ദ്രം വേറെ പലതരത്തിൽ ഫിനാൻസ് കമ്മീഷൻ വഴിയും സെസ് വഴിയും അതുപോലെ സെൻട്രലി സ്പോൺസേഡ് സ്കീം വഴിയും ഒക്കെ സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, നമ്മുടെ ചർച്ച അതല്ലല്ലോ. അതുപോലെ മിസ്റ്റർ ശ്രീകുമാർ പറഞ്ഞല്ലോ റെയിൽവേയുടെ കാര്യം. അതായത് 2014 കാലഘട്ടത്തിലൊക്കെ റെയിൽവേ ഏഷ്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായിരുന്നു. അതിനെ വിവേക് ദെബ്രോയ്, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തെ പറ്റി ഞാൻ ദൂഷ്യം പറയുകയല്ല. വിവേക് ദെബ്രോയ് കമ്മിറ്റി റിപ്പോർട്ട് BJP വന്ന് 2014 അപ്പോയിൻ്റ് ചെയ്ത കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് റെയിൽവേയെ പ്രൈവറ്റൈസ് ചെയ്യുന്നത്, റെയിൽവേയുടെ ബജറ്റ് നിർത്തലാക്കുന്നത്, റെയിൽവേയുടെ ക്യാൻറ്റീൻ അതായത് പാൻട്രി കാർ നിർത്തലാക്കി പകരം ഔട്ട്സോഴ്സ് ചെയ്ത് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയത്. ആ ഔട്ട്സോഴ്സ് ചെയ്തതിൻ്റെയൊക്കെ ഫലം നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് നമ്മൾ എറണാകുളം ബേസ്ഡായിട്ട് വളരെ മോശം ഭക്ഷണം ഉണ്ടാക്കി റെയിൽവേയിൽ സപ്ലൈ ചെയ്യുന്നതൊക്കെ കണ്ടുപിടിച്ചതാണ്. അതുപോലെ ലോക്കോ പൈലറ്റുമാരുടെ കാര്യം അതെ ശ്രീകുമാർ പറഞ്ഞത് ശരിയാണ്. 17,000 ലോക്കോ പൈലറ്റുമാരുടെ വേക്കൻസിയാണ് ഇന്ത്യയിൽ കിടക്കുന്നത്. ഈ ലോക്കോ പൈലറ്റുമാരെ അപ്പോയിൻ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ലോക്കോ പൈലറ്റുമാരെ അധിക ജോലി ചെയ്ത് ഉറങ്ങിപ്പോകുന്നത് കൊണ്ടാണ് അടിക്കടി ഇന്ത്യൻ റെയിൽവേ അപകടത്തിലെത്തുന്നത്. ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പകരം അപ്പോൾ നമുക്ക് എല്ലാ മേഖലകളിലും, അതായത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധ ഊന്നാത്ത ഇത്തരം മേഖലകൾ, ആ റെയിൽവേ മിനിസ്ട്രിയുടെ കാര്യക്ഷമതയില്ലായ്മ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ. കാരണം റെയിൽവേ മിനിസ്ട്രിക്ക് ഇത് ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ കൊണ്ടുവരാം. പ്രൈവറ്റൈസേഷൻ എന്ന അജണ്ട മുമ്പിലുണ്ടാകാം. പക്ഷേ ഉള്ള സമയത്ത് തൊഴിൽ സൃഷ്ടിച്ച് ലോക്കോ പൈലറ്റുമാരുടെ വേക്കൻസീസ് ഒക്കെ ഫില്ല് ചെയ്ത് കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകണം. അതുമാത്രമല്ല, റെയിൽവേയുടെ കൂലികൾ നിങ്ങൾ ഓർക്കണം. റെയിൽവേ ഫെയർ എത്ര മടങ്ങ് വർദ്ധിച്ചു എന്നറിയാമോ ഈ പ്രൈവറ്റൈസേഷന് പോയത് കൊണ്ട് തന്നെ. അപ്പം ഇതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. ശ്രീകുമാർ പറഞ്ഞത് ഒട്ടും തെറ്റല്ല. പക്ഷേ നമ്മളിപ്പോൾ ഈ ബജറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേരളത്തിന് ഇപ്പോൾ ഹെൽത്ത് ടൂറിസത്തിൻ്റെ കാര്യം. കേരളം അതായത് കേരളത്തിൻ്റെ കയ്യിൽ 5 പൈസ എടുക്കാനില്ലെങ്കിൽ പിന്നെ അവരതിലെങ്ങനെ തുടങ്ങും? അപ്പോൾ തുടങ്ങുന്നതിനും വേണം കേന്ദ്രത്തിൻ്റെ ഫണ്ട്. അതാണ് ഇവിടെ പ്രശ്നം. ടു ബിഗിൻ വിത്ത് കേരള ഹാസ് നോ ഫണ്ട്.
കേരളം എല്ലാം ഭയങ്കര നന്നായി പോകുന്നു എന്ന് കേരള ഗവൺമെൻറ് പറയുന്നു. പക്ഷേ കേരള ഗവൺമെൻറ് ഫിനാൻസസ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വലിയ എന്താണ് ധന പ്രതിസന്ധിയുടെ ആഴത്തിൽ കിടന്ന് കൈകാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കുറ്റം മുഴുവനും വന്നിട്ട് അവർ മറ്റാരെയെങ്കിലും ഒക്കെ ചാരി രക്ഷപ്പെടാനുള്ള ശ്രമം. കാരണം ഇപ്പോൾ ബജറ്റ് വരികയല്ലേ, ഈ ഒരു ഓൺ അക്കൗണ്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയിരുന്ന സമയത്താണ് ഒരു ഫുൾ ബജറ്റ് സംസ്ഥാന ഗവൺമെന്റ് ടീച്ചർ പറയുന്നത് വ്യക്തമാകുന്നുണ്ട്. എന്നാലും കഴിഞ്ഞ 10 വർഷത്തിനിടെ 5 ലക്ഷം പേർക്കാണ് ഈ റെയിൽവേയിൽ മോദി സർക്കാർ ജോലി നൽകിയിരിക്കുന്നത്. ഒപ്പം മാറുന്ന സാഹചര്യമാണ്. പണ്ട് ഈ റെയിൽവേ പരീക്ഷകളിലൊക്കെ ഒരുപാട് തിരിമറി നടന്നിരുന്നു. പക്ഷേ ഇന്ന് ഡിജിറ്റൽ സംവിധാനങ്ങളോടെ കൃത്യമായാണ് പരീക്ഷകളടക്കം നടത്തുന്നത്. അപ്പോൾ അങ്ങനെയാണ് റെയിൽവേ പുരോഗമിക്കുന്നത്. ഒപ്പം കവച് വന്നു. അങ്ങനെ നമ്മൾ 14 വർഷം പിറകിലേക്ക് നോക്കുമ്പോൾ ഇന്ന് റെയിൽവേ ഒത്തിരി മാറിയിട്ടുണ്ട് ടീച്ചർ.